ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് നല്ലൊരു കോവക്ക മെഴുക്ക് പുരട്ടിയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഇത് അരിയെന്നൊന്നും ഞാൻ കാണിച്ചിട്ടില്ല. അപ്പോൾ ഈ ഇതിലേക്ക് വേണ്ടത് കോവക്ക, വല്യുള്ളി, കരിവേപ്പിൻ്റെ ഇല, പച്ചമുളക് വേണ്ട, വെളുത്തുള്ളി, ചുവന്ന മുളക് പൊടിച്ചത്. അപ്പോൾ ഇത് നന്നായിട്ട് കോവക്ക ഇങ്ങനെ നീളത്തിലരിയുക. അതേപോലെ തന്നെ വലിയ ഉള്ളിയും നീളത്തിലരിയുക. എന്നിട്ട് നന്നായിട്ട് വെളുത്തുള്ളി ചതക്കുക. വെളുത്തുള്ളി ചതക്കുക വേണ്ട, അരക്കുകയല്ല, ചതച്ച് കുത്തിയെടുക്കുക. എന്നിട്ട് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടുമ്പോൾ വെളുത്തുള്ളിയും കരിവേപ്പിൻ്റെ ഇലയും ചുവന്ന മുളകും ഇടുക. വെളുത്തുള്ളി നന്നായിട്ട് മൂത്തിട്ട് വേണം മുളക് ഇട്ട് കൊടുക്കാൻ. എന്നിട്ട് പിന്നെ അത് മൂത്ത് വരുമ്പോൾ നമ്മൾ കോവക്ക ഇട്ട് കൊടുക്കുക. ഒരു തുള്ളി വെള്ളം ഒഴിക്കാൻ പാടില്ല. നന്നായിട്ട് ഒരു 2-3 മിനിറ്റ് നന്നായിട്ട് ഇളകി കൊടുക്കുക. അതിൻ്റെ ശേഷം ഉപ്പ് ഇടുക, മഞ്ഞൾപ്പൊടി ഇടുക. നന്നായിട്ട് മഞ്ഞൾപ്പൊടിയെല്ലാം ഇട്ടിട്ട് ചെറിയ തീയിലിട്ടിട്ട് വേണം ഇത് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാൻ. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ നമ്മൾ എന്താണ് ഇന്ന് ഇടയ്ക്കൊന്ന് ഇളക്കി നോക്കണം. എന്തോ തുള്ളി വെള്ളം ഒഴിക്കാത്തതുകൊണ്ട് അടി പിടിക്കും. അപ്പോൾ ചെറിയ തീയിലിട്ടിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് മൂടി വെച്ചിട്ട് ഇളക്കി വേവിച്ചെടുക്കണം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇതുപോലെ ഒന്ന് എല്ലാവരും ഉണ്ടാക്കി നോക്ക്. അടിപൊളി ടേസ്റ്റാണ് കോവക്ക മെഴുക്ക് പുരട്ടി. അപ്പോൾ ആരും മറക്കണ്ട, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. സപ്പോർട്ടും ചെയ്യണം, ലൈക്കും അടിക്കണം. അപ്പോൾ ഇത് നമ്മളെ കോവക്ക ഇതാ റെഡിയായിന്. ഇതേപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. അപ്പോൾ എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന മെഴുക്ക് പുരട്ടിയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക. ലൈക്ക് അടിക്കാൻ മറക്കണ്ട. സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക.